ടൈറ്റാൻ്റെ വാച്ച് കടയിൽ ചെന്ന് ഞാനൊരു വാച്ചെടുത്ത് ചോദിച്ചു, ഇതിനെന്താ വില? കമ്പനിക്കാരൻ അടിച്ച പ്രൈസ് ലിസ്റ്റ് നോക്കി അയാൾ പറഞ്ഞു 1050 രൂപ എന്ന്. ആരാണതിന് വില നിർണ്ണയിച്ചത്? കമ്പനിക്കാരൻ. കാരണം ആ വാച്ചിൻ്റെ നിർമ്മാണത്തിനായി അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പുകൾ എത്ര വിലയുള്ളതാണെന്ന് സൃഷ്ടാക്കൾക്കേ അറിയൂ. അതുകൊണ്ട് സൃഷ്ടാവിനെ വില നിർണ്ണയിക്കാനാകൂ. ഇനി വാച്ച് കടയിൽ നിന്ന് 1050 രൂപ കൊടുത്ത് അത് വാങ്ങി കയ്യിൽ കെട്ടി ഇറങ്ങിയ എന്നെ കണ്ട് ഒരുവൻ ചോദിച്ചു, എവിടുന്നാ ഈ പൊട്ട വാച്ച് എന്ന്. ഞാനൊന്ന് ഊറിച്ചിരിച്ചു. ഈ വാച്ചിനെക്കുറിച്ച് നിനക്കെന്തറിയാം? ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാത്തവർക്ക് വിലയറിയാനാവില്ല. വിലയറിയാത്തവർ ഇത് വിലകെട്ടതാണെന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് ധരിച്ച് സ്വയം വിലയിടിച്ച് കാണുന്നവർ. കഷ്ടം തന്നെ. സത്യം മാത്രമായ ദൈവം പറയുന്ന സത്യത്തെ നീ വിലപ്പെട്ടവനാണ് എന്ന നിത്യസത്യത്തെ അവഗണിച്ച് എന്നും നുണ മാത്രം പറയുന്ന പിശാചിന്റെ നുണയെ വിശ്വസിച്ച് സ്വയം വിലകെട്ടവനാണ് എന്ന് കരുതുന്നുവോ നീ? എങ്കിൽ തിരിച്ചറിയണം, സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ എന്ന് ചോദിച്ച് ഈശോയെ വാക്കിൽ കൊടുക്കാൻ ചെന്ന ഫരിസയരോട് ഒരു നാണയം കാണിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവൻ തിരിച്ചു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ് എന്ന്. മത്തായി 22:20. സീസറിൻ്റേത് എന്നവർ മറുപടി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം ധ്യാനിച്ചിട്ടുണ്ടോ നമ്മുടെ രൂപവും ലിഖിതവും ആരുടേതാണെന്ന്? ഉൽപ്പത്തി 1:26. നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്നേഹഛായയും അനന്തതയുടെ സാദൃശ്യവും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. അതെ, നമ്മിൽ മുദ്രിതമായിരിക്കുന്ന രൂപവും ലിഖിതവും നമ്മുടെ സൃഷ്ടാവിൻ്റെതാണ്. അവൻ നമ്മെ കരങ്ങളാൽ തീർത്ത് കയ്യൊപ്പ് വെച്ച് നമ്മെ അമൂല്യരാക്കി. വർഗ വർണ്ണ ലിംഗ വ്യത്യാസങ്ങൾക്ക് അതീതരായി നമ്മെ അവൻ വിലപ്പെട്ടവരാക്കി, അമൂല്യരാക്കി. ഇനി പറയരുത് ഞാൻ വിലകെട്ടവനാണെന്ന്. ധ്യാനിക്കണം. വിളയുടെ മഹത്വം കൃഷിക്കാരൻ്റെ മഹത്വമാണ്. വീട് നിർമ്മിക്കുന്നവൻ വീടിനേക്കാൾ മഹത്വം അർഹിക്കുന്നു. നിർമ്മാതാവിനാണ് പ്രാധാന്യം, സൃഷ്ടാവിനാണ് മഹത്വം, സൃഷ്ടിക്കല്ല. സൃഷ്ടിയുടെ മഹത്വം സൃഷ്ടാവിൻ്റെ മഹത്വത്തിൽ അധിഷ്ഠിതമാണ്. ലിയനാർഡോ ഡാവിഞ്ചി എന്ന കലാകാരൻ്റെ മഹത്വമാണ് മോണോലിസയിൽ പ്രകടമായത്. 1 രൂപ നോട്ടിൽ തുടങ്ങി 1000 രൂപ വരെയുള്ള കറൻസിയിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രപിതാവിൻ്റെ ഛായയും സദൃശ്യവുമാണ്. അതോടൊപ്പം സൃഷ്ടാവിൻ്റെ ആധികാരികതയുടെ കയ്യൊപ്പും ഇട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നാം അതിനെ വിലപ്പെട്ടതായി കണക്കാക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലുള്ള അദൃശ്യമായ വാട്ടർമാർക്ക് പോലും രാഷ്ട്രപിതാവിൻ്റെതാണ്. ധ്യാനിക്കണം. അതെ, ചെറുതു മുതൽ വലുതുവരെയുള്ള നാണയങ്ങളെ മൂല്യവത്താക്കുന്നത് രാഷ്ട്രപിതാവിൻ്റെ രൂപവും ലിഖിതവും സൃഷ്ടാവിൻ്റെ കയ്യൊപ്പുമാണെങ്കിൽ എൻ്റെയും നിൻ്റെയും ഉള്ളിൽ മുദ്രണം ചെയ്തിരിക്കുന്നത് ദൈവപിതാവിൻ്റെ ഛായയും സദൃശ്യവുമാണ്. അതെ, ചെറുതിലും വലുതിലും പിതാവ് തന്നെ. ജ്ഞാനം 2:23. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന്. ഇനിയും നിനക്ക് നിന്റെ വിലയെക്കുറിച്ച് സംശയമാണെങ്കിൽ ഒരു നിമിഷം നീ കുരിശ് രൂപത്തിലേക്ക് നോക്കണം. നിർജ്ജീവമായ കുരിശ് രൂപത്തിലൂടെ പരിശുദ്ധാത്മാവ് നിന്നോടിപ്പോൾ സംസാരിക്കുന്നത് കേൾക്കാം. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ തിരുക്കുമാരനെ നൽകുവാൻ തക്ക വിധം അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ഇവിടെ ഒരു സമവാക്യം ഉരുത്തിരിയുന്നു. ഒരു മനുഷ്യൻ്റെ വില സമം ദൈവത്തിൻ്റെ ഏകപുത്രൻ്റെ ജീവൻ്റെ വില. ഇനി നീ പറയരുത് ഞാൻ വിലകെട്ടവനാണെന്ന്. ഇനി നീ പറയരുത് ഞാൻ വിലകെട്ടവനാണെന്ന്. മാത്രമല്ല, നീ വിലകെട്ടവനാണെന്ന് ആര് പറഞ്ഞാലും അത് വിശ്വസിക്കുകയും അരുത്. കാരണം നീ ഈശോയോളം വിലപ്പെട്ടവനാണ്. ഈശോയ്ക്ക് നീ അവൻ്റെ ജീവനോളം വിലപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് യെശയ്യാ 41:8 നാം വായിക്കുന്നത്, നിന്നെ ഞാൻ ഒരു നാളും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15:31. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്, അതിനുള്ള കാരണമോ നീ എൻ്റേതാണ്. യെശയ്യാ 43:1. അതെ, ഞാൻ അവൻ്റേതും അവനുള്ളതെല്ലാം എൻ്റേതും. ഓ ദൈവമേ നിനക്ക് നന്ദി. ഈ പ്രിയപ്പെട്ട മക്കളെ ഈ അവബോധത്തിലേക്ക് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിലകെട്ടവനല്ല, വിലപ്പെട്ടവനാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, അൽഫോൻസാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്വന്തം വില തിരിച്ചറിയാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം തേടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ അംഗീകരിച്ച് സ്നേഹിക്കുന്ന സ്നേഹപിതാവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. നിന്റെ നിത്യമായ സ്നേഹത്തെ അജ്ഞത മൂലം തെറ്റിദ്ധരിച്ച നാളുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ദൈവമേ, ആഴത്തിൽ നിന്നെ അറിഞ്ഞ് അനുഭവിച്ച് തുടർന്ന് ആ ദിവ്യസ്നേഹത്തിൽ വളരാൻ എന്നെ സഹായിക്കണേ. ഒന്നു ചേർന്ന് നമുക്ക് ആരാധിക്കാം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.